ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രി ആൻഡ് ഫിലിം ഇൻഡസ്ട്രി കമ്പൈൻ ചെയ്ത് വെച്ചാൽ പോലും ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ അത്ര വരില്ല. സോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫിലിം ഇൻഡസ്ട്രി, അതുപോലെ മ്യൂസിക് ഇൻഡസ്ട്രി, ആനിമേഷൻ, ഇതിനേക്കാളൊക്കെ വ്യാപ്തിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? നമ്മൾ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രി ആൻഡ് ഫിലിം ഇൻഡസ്ട്രി കമ്പൈൻ ചെയ്ത് വെച്ചാൽ പോലും ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ അത്ര വരില്ല. അങ്ങനെ പറയുമ്പോൾ പല ഗെയിംസിൻ്റെയും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പല വലിയ ഹോളിവുഡ് സിനിമാസിനേക്കാളും കൂടുതലാണ് അതിൻ്റെ ബഡ്ജറ്റ് തന്നെ. അപ്പോൾ അതിൻ്റെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ അവതാറാണ് ഹോളിവുഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് എന്ന് പറയാനായിട്ട്. അതിൻ്റെ റവന്യൂ എനിക്ക് വെച്ചാൽ ഏകദേശം $3 ബില്യൺ എന്താണ്. അതേസമയം 2013 റിലീസ് ചെയ്തൊരു ഗെയിമുണ്ട് GTA 5 എന്ന് പറയുന്നത്. ആ ഗെയിം ഏകദേശം ഇപ്പോൾ 2026 ഏകദേശം ഇത്രയും ടൈം സ്പാനായിട്ടും ഇപ്പോഴും അത് 8 ബില്യൺ പ്ലസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗെയിമിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മ്യൂസിക് ഇൻഡസ്ട്രിയും ആൻഡ് ഫിലിം ഇൻഡസ്ട്രി കമ്പൈൻ ചെയ്താൽ പോലും ഗെയിമിംഗ് ഇൻഡസ്ട്രി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൻ്റെ അത്രയും എത്തുകയില്ല. അതിൻ്റെ ബഡ്ജറ്റ് ആണെങ്കിലും അതിന് മേലെ തന്നെയാണ്.